ആദ്യമേ നമ്മളിവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് നേരത്തെ പഠിച്ചത്. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഒരു എ ഒരു ലോവർ ലിമിറ്റ് കാണും, അപ്പർ ലിമിറ്റ് കാണും. എ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോവർ ലിമിറ്റ്. ബി എ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അപ്പർ ലിമിറ്റ്. ഓക്കെ, അടുത്തത് ഇവിടെ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ ലിമിറ്റ് ഓഫ് എ സം ഓർ ആന്റി ഡെറിവേറ്റീവ്, അങ്ങനെ രണ്ട് രീതി നമുക്ക് പറയും. ലിമിറ്റ് ഓഫ് എ സം എന്നുള്ളത് കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, ബേസിക്കലി ഒന്നുമില്ല, നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ്, ഇന്റഗ്രേഷൻ ഏരിയ അണ്ടർ ദ കർവ് എന്നുള്ള ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. എന്ന് വെച്ചാൽ ആ ഒരു അപ്രോച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പൊ രണ്ട് രീതിയാണ്, ഒന്ന് ലിമിറ്റ് ഓഫ് എ സം, അടുത്ത എന്താണ്? ആന്റി ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്ന് എഴുതും. എന്തിനെയാണ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മളത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും, എന്നിട്ട് സ്മോൾ എ ടു സ്മോൾ ബി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇനി അടുത്തത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഇവിടെ ഇതാണ്, എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ എന്താവുള്ളൂ? എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ്. ഇങ്ങനെയുള്ള ഒരു ഇന്റഗ്രൽ ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എ സം. എന്താണ് ലിമിറ്റ് ഓഫ് എ സം? ഒരു സമ്മിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീൻ ചെയ്തത്. അതായത് ലിമിറ്റ് ഓഫ് എ സം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ക്യൂ ടു എസ്. ഓക്കെ, എയുടെ വാല്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയുടെ വാല്യൂ ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് പല പല വാല്യൂ ഉണ്ട്. x0 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് xn എത്തുന്നു. xn എന്ന് പറഞ്ഞ വാല്യൂ ബി. നമ്മൾ ഇതിനെ പല 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 റെക്ടാംഗിളുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ എല്ലാത്തിനെയും കൂടെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന എന്തായിരിക്കും? ഈ കാണുന്ന റീജിയന്റെ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? ഈ റീജിയന്റെ ഏരിയ ആണ്, അതായത് ഏരിയ ഓഫ് പി ക്യു എസ് ആർ ആണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് നമ്മൾ ലിമിറ്റ് ഓഫ് എ സമ്മിൽ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഐഡിയ കിട്ടിയല്ലോ? അതെങ്ങനെ കാണിക്കാന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു, എ ടു ബി എന്ന് പറഞ്ഞ ഇന്റർവൽ എടുത്തത് ഗ്രാഫിക് ഉണ്ടാവില്ല തന്നെ. അടുത്ത എന്താണ്? അസ്യൂം ദാറ്റ് ഓൾ ദ വാല്യൂസ് ടേക്കൻ ബൈ ദ ഫംഗ്ഷൻ ആർ നോൺ നെഗറ്റീവ്. അങ്ങനെ നമ്മൾ എടുത്തു. ഓക്കെ, ഗ്രാഫ് അപ്പ് എബോവ് എന്തായിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും. അത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നതാണ് ഏരിയ ബൗണ്ട് ബൈ ദ കർവ് y is equal to f of x. ദ ഓർഡിനേറ്റ്, അതായത് എക്സ് കോർഡിനേറ്റിന്റെ വേറൊരു പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡിനേറ്റ്സ്. x equal to b ആൻഡ് ദി എക്സ് ആക്സിസ്. അതായത് ഈ ഒരു റീജിയൻ ടേക്ക് ചെയ്യുന്ന എന്താണ്? ഏരിയ എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് എന്താണ്? The area of the curve bounded by y is equal to f of x എന്ന് പറയുന്നത് എന്താണ്? അപ്പർ കർവ്, x equal to ഈ വെർട്ടിക്കൽ ലൈൻ, x equal to b ഈ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അടുത്ത എന്താണ്? എക്സ് ആക്സിസ്. അപ്പം ഈ കാണുന്ന എന്താണ്? റീജിയന്റെ ഏരിയ ആണ് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഷെയ്ഡഡ്, ഈ കാണുന്ന ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ്. ഇതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ. ഇതിന്റെ ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ടു വാല്യൂറ്റ് ദിസ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? പി ആർ എസ് ക്യൂ എന്ന് പറയുന്ന റീജിയനെ നമ്മൾ എന്ത് ചെയ്യും? പല പല റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന്റെ റെക്ടാംഗിളിന്റെ വിഡ്ത് കുറയ്ക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ഏരിയ ആയിട്ട് എന്ത് ചെയ്യും? കൺസിഡർ. അതായത് നമ്മൾ ഇതിനെ പല പല റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം 100 റെക്ടാംഗിൾ, പിന്നെ 1000 റെക്ടാംഗിൾ. റെക്ടാംഗിൾ എണ്ണം കൂടുന്നതനുസരിച്ച് റെക്ടാംഗിളിന്റെ വിഡ്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡി എക്സ് 0 ആകുന്ന വിഡ്ത് ഉള്ള പല പല റെക്ടാംഗിളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവൈഡ് ദ ഇന്റർവൽ എ ടു ബി ഇൻടു n ഈക്വൽ സബ് ഇന്റർവൽ. നമ്മൾ പല പല x0 ടു x1 ആണ് ഒരു ഇന്റർവല്, x1 ടു x2 അടുത്ത ഇന്റർവല്, അങ്ങനെയാണെങ്കിൽ xn മൈനസ് ഉണ്ട് xn n ഇന്റർവല്. അതായത് x0 എന്ന് പറയുന്നത് a ആയിട്ട് വരും, x1 എന്ന് പറയുന്നത് a പ്ലസ് h വരും, x2 എന്ന് പറയുന്നത് a പ്ലസ് 2h വരും. കാരണം hന്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലാസ്റ്റ് വാല്യൂ b എന്ന് പറയുന്നത് a പ്ലസ് nh. ഓക്കെ,
അതായത് ലാസ്റ്റ് ബി വാല്യൂ എന്ന് പറയുന്നത് n ഇന്റർവൽ ഉണ്ടെങ്കിൽ b പ്ലസ് എൻ എച്ച് ആണ്. ഓരോ ഇന്റർവെലിനെയും വിട്ട് ഞാൻ എത്രയായിട്ട് എടുത്തു? ഇത് h എന്നെടുത്തു, ഇത് വെച്ച് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. x1 എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്രാം കണ്ടാലേ അറിയാം എന്താണ്. x1 ഈസ് ഈക്വൽ ടു x0 പ്ലസ് എച്ച്, x2 ഈസ് ഈക്വൽ ടു x0 പ്ലസ് 2h. അങ്ങനെ 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 നമ്മൾ ഡിവൈഡ് ചെയ്ത് b എന്ന് പറയുന്നത് x0 പ്ലസ് എൻ എച്ച് പ്രൊവൈഡഡ് എന്തായിരിക്കും? ഇതിനിടയ്ക്ക് n ഇന്റർവൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ ഈ ഒരൊറ്റ എക്സ്പ്രഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. b ഈസ് ഈക്വൽ ടു a പ്ലസ് എൻ എച്ച്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? n എന്ന് പറയുന്നത് b മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച്, b മൈനസ് എ ബൈ എച്ച്. ഇനി എന്നിന്റെ വാല്യൂ വളരെ ഇൻഫിനിറ്റിലോട്ടെന്ന് വെച്ചാൽ വളരെ 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 ലാർജ് നമ്പർ ഓഫ് ഇന്റർവൽ എടുക്കണം. വിഡ്ത്ത് എത്രയായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? റീജിയൻ PRS PQ കൺസിഡർ സം ഓഫ് n സബ് റീജിയൻ. ഈച്ച് സബ് റീജിയൻ ഈസ് ഡിവൈഡഡ് ഇൻടു നമ്മൾ പല പല ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം നമ്മൾ ഏരിയ ഓഫ് പല എന്ത് ചെയ്യാണ്? റീജിയൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യണം. ഓക്കെ, അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ ABLC. ഇവിടെ എന്താണ് ABLC കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓക്കെ, ഞാനത് എല്ലാവരും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഏരിയ ഓഫ് റെക്ടാംഗിൾ ABLC. എന്താണ് ABLC? ABLC എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കിൾ ആണ്. ABDCA എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് കർവിലുള്ള റീജിയൻ ആണ് ഏരിയ ഓഫ് റെക്ടാംഗിൾ ABDM. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഏരിയ എടുക്കുന്നതിന്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ഈ ഒരു എക്സ്പ്ലനേഷനിലോട്ട് നോക്കുക. എന്നിട്ട് ഈ ഗ്രാഫായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ ABLC. ഏതാണ് ABLC? ഈ സ്ക്രീനിനുള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏതാണ്? ഇതാണ് ABLC. അത് ലോവർ റെക്ടാംഗിൾ ആണ്. അതായത് ഈ ഗ്രാഫിലെ ലോവർ എൻഡ് വാല്യൂ വെച്ച് റെക്ടാംഗിൾ ഉണ്ടാക്കുന്നത് ABLC വരും. ABDCA. ഏതാണ് ABDCA? ABD ഇങ്ങനെ കർവിക്കോടെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? കർവിക്കോടെ പോകുന്നതാണ് ABDCA. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ABDM അതേതായിരിക്കും? അതാണ് റെഡ് കൊടുത്തിരിക്കുന്ന കളർ. ഓക്കെ, ABLCക്ക് ഞാൻ ഇത് കൊടുക്കുകയാണ്, ലോവറിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിന് ഏത് കളർ കൊടുത്തു? യെല്ലോ കളർ. ഓക്കെ, അപ്പം ഈ ഒരു റീജിയൻ നോക്കി കഴിഞ്ഞാൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ ABLC ലെസ് ദാൻ ഏരിയ ഓഫ് റെക്ടാംഗിൾ ABDC. അതാണ് ആക്ച്വൽ കർവ്. ഏരിയ ഓഫ് റെക്ടാംഗിൾ ABD എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഡിഫറൻസ് എത്രയിലോട്ട് എത്തും? XR മൈനസിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? H ടെൻഡിങ് ടു 0. ഓക്കെ, അതായത് ഇത് വളരെ വളരെ വലിയ ഒത്തിരി ഇന്റർവൽ ഉണ്ടെന്ന് വിചാരിച്ചോ, എല്ലാത്തിന്റെ ഏരിയ എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഇന്റർവൽ ആയതുകൊണ്ടാണ്. ഇനി വളരെ വളരെ ചെറിയ നാരോ ഇന്റർവൽ ആണെങ്കിൽ ഇങ്ങനെ ലോവർ എൻഡിന്റെയും ഗ്രാഫിന്റെ ഏരിയയും അപ്പർ എൻഡിന്റെയും എന്തായിരിക്കും? തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ഇന്റർവെലിന്റെ വാല്യൂ എത്രയായിരിക്കും? ജസ്റ്റ് നമുക്ക് h ടൈംസ് f of x0 എന്ന് എഴുതാം. എന്താണ് h വിഡ്ത്ത്, f of x0 എന്താണ്? ഹൈറ്റ്. അതായത് ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇതാണ് h ടൈംസ് f of x0. ഇവിടെ h എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത്. ഇവിടെ f of x0 എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ്. ഓക്കെ, h എന്ന് പറയുന്നത് വിഡ്ത്ത്, f of x0 എന്ന് പറയുന്നത് എന്താണ്? h എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്, f of x0 എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. അതായത് എന്റെ ആദ്യത്തെ ഈ ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്താൽ ഇതെന്താണ്? h. ഇതെന്താണ്? എന്റെ f of x0. അപ്പം h ടൈംസ് f of x0 എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിവിജ്വൽ റെക്ടാംഗിളിന്റെ എന്താണ്? ഏരിയ ആണ്. ഈ h ടൈംസ് f of x ഇൻഡിവിജ്വൽ റെക്ടാംഗിളിന്റെ ഏരിയ ആണ്.
അങ്ങനെയാണെങ്കിൽ എല്ലാ റെക്ടാങ്കിളും വീണ്ടും ഒരു എച്ച്, രണ്ടാമതിനും എടുത്ത് എച്ച് ആണ്, ഹൈറ്റ് എത്രയാണ്, എഫ് ഓഫ് എക്സ് വൺ വരും. അങ്ങനെ എച്ച് ടൈംസ് എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് വൺ, അതുകൊണ്ടാണ് എച്ച് ടൈംസ് സിഗ്മ ആർ ഇസിക്കൽ ടു 0 to n - 1 എഫ് ഓഫ് എക്സ് ആർ എന്ന് എഴുതുക. കാരണം എന്തുകൊണ്ടാണ്, ആദ്യം എഫ് ഓഫ് സീറോ വരും, പിന്നെ എഫ് ഓഫ് 1 വരും, എഫ് ഓഫ് 2 വരും, എക്സെട്ര ടു എഫ് ഓഫ് n - 1. അങ്ങനെ നമുക്ക് ഇതിന്റെ എന്താ എഴുതാം, റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ട് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് ആയിട്ട് എഴുതാം. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യമേ എടുത്തതെന്ന് പറഞ്ഞാൽ ഇന്റർവെലിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് ആദ്യത്തെ ഏരിയയ്ക്ക് എടുത്തത്. പകരം എനിക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ്, അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും ഇതിന്റെ ഏരിയയുടെ എന്ത് ചെയ്യാം, എക്സ്പ്രഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ എടുക്കുന്നതിന്റെ റീസൺ എന്താണ്, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ, ഈ പറയുന്ന ഹൈറ്റ് അത് തമ്മിലുള്ള സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. കാരണം ലെഫ്റ്റ് എൻഡ് ആണ് എഫ് ഓഫ് എക്സ് വൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതേ റീജിയന്റെ തന്നെ ഏതായിട്ട് എഫ് ഓഫ് എക്സ് വൺ ആയിട്ട് എടുക്കുന്നത്, ഈ ഒരു ഹൈറ്റ് ആണ് ഏതായിട്ട് വരുന്നത്, എഫ് ഓഫ് എക്സ് വൺ ആയിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് വൺ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ തീരുന്നത് എഫ് ഓഫ് എക്സ് എൻ തീരും. എക്സ് സീറോ സ്റ്റാർട്ട് ചെയ്താൽ എക്സ് എൻ മൈനസ് വൺ തീരും. അതുകൊണ്ടാണ് സിഗ്മ എച്ച് ഇസിക്കൽ ആർ ഇസിക്കൽ 1 to n എഫ് ഓഫ് എക്സ് ആർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതിന് സിഗ്മ നൊട്ടേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പം അത്രയും എന്നുള്ളത് എന്തായിട്ട് വരും, അതിന്റെ ഏരിയ. അപ്പം എസ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ അപ് ടു nth ഇന്റർവൽ. അടുത്തത് എന്താണ് ഇവർ പറയുന്നത്, സ്മോൾ എസ് എൻ ആൻഡ് ക്യാപിറ്റൽ എസ് എൻ ഡിനോട്ട് ദ സം ഓഫ് ഏരിയ ഫോർ ലോവർ റെക്ടാങ്കിൾ ആൻഡ് അപ്പർ റെക്ടാങ്കിൾ. ലോവർ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂന്റെ ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ലോവർ എക്സ് സീറോ വെച്ചിട്ട് വരുന്ന റെക്ടാങ്കിൾ ഏതൊരു ഇന്റർവെലിന്റെ ഫസ്റ്റ് വാല്യൂ വെച്ച് വരുന്നതാണ് ലോവർ റെക്ടാങ്കിൾ, ഏതൊരു ഇന്റർവെലിന്റെ സെക്കൻഡ് വാല്യൂ വെച്ച് വരുന്നതാണ് അപ്പർ റെക്ടാങ്കിൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എന്നാലും ഒബ്വിയസ്ലി ഇത് കണ്ടാലേ അറിയാം അപ്പറിന്റെ ഏരിയ ആയിരിക്കും എപ്പോഴും കൂടുതൽ. പക്ഷെ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, സ്ട്രിപ്പ് ബിക്കം നാരോവർ, ലിമിറ്റിംഗ് വാല്യൂ എന്തായിരിക്കും, ബോത്ത് കേസ്. അതിന്റെ മീനിങ് എന്താണ്, എൻ അപ്പുറത്തേക്ക് ഇൻഫിനിറ്റി ക്യാപിറ്റൽ എസ് എന്നും ലോവർ എസ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, അതാണ് ആ കിട്ടുന്ന ഏരിയയാണ് ഇന്റഗ്രേറ്റീവ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ എക്സ് സീറോ എക്സ് എണ്ണും തമ്മിലുള്ള നാരോ ഗ്യാപ്പ് നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നതിന് വേണ്ടി പോലും എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. എക്സ് സീറോയും എക്സ് വണ്ണും ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ എക്സ് സീറോ ആയിരിക്കും, ഇവിടെ എക്സ് വണ്ണും ആയിരിക്കും. അത് തമ്മിലൊരു വ്യത്യാസവും ഇല്ല. അതിന്റെ മീനിങ് എന്തായിരിക്കും, ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റീവ് എഫ് ഓഫ് എക്സ് ഡി ലിമിറ്റ് എച്ച് അപ്പുറത്തേക്ക് ഇൻഫിനിറ്റി എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n - 1 ഇൻറ്റു എച്ച് എന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്, ലിമിറ്റ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എച്ച് ടൈംസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ആദ്യത്തെ വാല്യൂ, എഫ് ഓഫ് എ പ്ലസ് എച്ച് രണ്ടാമത്തെ വാല്യൂ, എഫ് ഓഫ് എ പ്ലസ് n - 1 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമുക്ക് ബിക്ക് തൊട്ട് മുമ്പിലുള്ള വാല്യൂ ആയിട്ട്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്, ഇതാണ് നമ്മുടെ സ്മോൾ എസ് എന്നിന്റെ എക്സ്പ്രഷൻ. ഇതെന്ന് പറയുന്നത് എ എൻ തൊട്ട് ഫ്രണ്ടിലുള്ള വാല്യൂ, എ n - 1 എന്നുള്ളൊരു വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇനി അടുത്തത് ഈ എച്ചിന് വരെ നമുക്ക് എന്തെന്ന് എഴുതാം, ഈ കാണുന്ന എച്ചിന് വരെയാണ് ഞാൻ b - a/n എന്ന് എഴുതിയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രേറ്റീവ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് b - a ലിമിറ്റ് n അപ്പുറത്തേക്ക് ഇൻഫിനിറ്റി n എഫ് ഓഫ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് n - 1 എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ വാല്യൂ ആണ്, ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ bn - h എന്നുള്ള ലാസ്റ്റ് വാല്യൂ, bn തൊട്ട് ഫ്രണ്ട് വരുന്ന ഒരു വാല്യൂ ആയിട്ട്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് എന്താണ്, ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് സം എന്ന് പറഞ്ഞ് പറയുന്നത്. അടുത്ത എന്താണ്, വാല്യൂ ഓഫ് ദി ഡെഫിനിറ്റ് ഇന്റഗ്രൽ എനി പർട്ടിക്കുലർ ഇന്റർവൽ ഡിപെൻഡ്സ് ഓൺ ദി ഫംഗ്ഷൻ, വേരിയബിളിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതായത് എ ടു ബി എഫ് ഓഫ് ടി ഡി ടിയും എ ടു ബി എഫ് ഓഫ് യു ഡി യു എന്തായിരിക്കും, എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏത് വേരിയബിൾ ആണെങ്കിലും ശരി ഇതിനെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഡമ്മി വേരിയബിൾ ഇന്റഗ്രേറ്റ് ചെയ്താലും ഇതെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. That's all.